ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ ലൈലത്തുൽ ഖദറൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ദിവസം ആണല്ലോ അല്ലേ? 21 മുതൽ പ്രതീക്ഷിക്കാമെന്നാണ്. ഇന്നിപ്പോൾ പ്രബലമായ അഭിപ്രായം 27 ആണെന്നാണല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ആരാധനകളിലൊക്കെ മുഴുകിയിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. പലയിടത്തും ദുആ സമ്മേളനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ, അതായത് കോട്ടക്കൽ പുതുപ്പറമ്പ് നാട്ടിലൊക്കെ, അവിടെയൊക്കെ 27-ാം രാവിൻ്റെ അന്ന് ദുആ സമ്മേളനം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവാറുണ്ട്. ഒരുപാട് വർഷങ്ങൾ, അതായത് ഞങ്ങളൊക്കെ ചെറുപ്പകാലം തൊട്ട് മുതൽ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇവിടെ ഇല്ല, ഇവിടെ മഞ്ചേരി ഭാഗത്ത് ഇവിടെ ഇല്ല, ഇനി ഉള്ള സ്ഥലങ്ങളും ഉണ്ട്, ഇങ്ങനെ കേൾക്കണൊക്കെ ഉണ്ട്, അപ്പുറത്തുനിന്ന് കേൾക്കണം, പക്ഷേ ഈ ഭാഗത്തില്ല കേട്ടോ. അപ്പോൾ എന്താ, നിങ്ങളെ നാട്ടിലൊക്കെ ഉണ്ടോ ദുആ സമ്മേളനങ്ങൾ കാര്യങ്ങളൊക്കെ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ സമയം ഏകദേശം 11 മണി ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പണികളൊക്കെ കഴിച്ച് നമ്മളെ കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കിച്ചണിൽ വന്ന് കുറച്ച് മോട്ടറിട്ട് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ കിടക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ ഉസ്താദിൻ്റെ സ്റ്റോറി റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് 1-2 വാക്ക് പറയാമെന്നും വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയില്ലല്ലേ? അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോസ് കാണലിൽ ഒരുപാട് നല്ല ആളുകളൊക്കെ ഉണ്ടാവും, അതായത് നല്ല പഠിച്ചവനെ പേടിച്ച് ജീവിക്കണ നല്ല ഭക്തിയുള്ള. അപ്പോൾ അവരൊക്കെ നമ്മൾക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും അവരൊക്കെ ദുആ ചെയ്യുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തുക, നമ്മളെ കുടുംബത്തിനെയും ഒക്കെ. നമ്മളെ അടുത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ പഠിച്ച റബ്ബ് നമുക്കത് പുറത്ത് മാപ്പാക്കി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു അവസരത്തിൽ അല്ലേ? ഇനിയിപ്പോൾ അടുത്ത വർഷം ആരൊക്കെ ഉണ്ടാവുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇല്ലല്ലോ. ഈ ഒരു വർഷം നമ്മൾ ഉണ്ട്, അൽഹംദുലില്ലാ, 27-ാം രാവ് വരെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഇനി നാളെ അല്ലെങ്കിൽ അടുത്ത വർഷം ഈ ഒരു നോമ്പിന് ആരൊക്കെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റില്ല. അതിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉപ്പ അവിടുത്തെ കേട്ടോ. അതായത് അദ്ദേഹം കഴിഞ്ഞ വർഷം അല്ലാത്ത അതിൻ്റെ മുമ്പത്തെ വർഷത്തെ നോമ്പിനൊക്കെ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ആക്റ്റീവായി. ഇവിടെ റബ്ബറും കാര്യങ്ങളൊക്കെ കുറച്ച് ഞങ്ങൾക്കുണ്ട്, അതൊക്കെ ഇങ്ങനെ വെട്ടി അത് പാലെടുത്ത് ഷീറ്റാക്കലും അങ്ങനത്തെ ജോലികളൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. എപ്പോഴും ഇങ്ങനെ അടങ്ങിയിരിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഇവിടുത്തെ തോട്ടത്തിലുള്ള കാര്യങ്ങളും പണികളൊക്കെ ചെയ്തിങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇവിടുത്തെ ഉപ്പാക്ക്, അതായത് എനിക്കിപ്പോൾ 27-ാമിന് നമ്മളിപ്പോൾ ഈ അപ്പമൊക്കെ ചുടുമല്ലോ അല്ലേ, കലത്തപ്പം അങ്ങനെയൊക്കെ ഞാനും ഇവിടെ ഒക്കെ ചുട്ടു. കാരണം ഇവിടെ ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടത്, എന്താ മധുരം. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ചുട്ട് കൊണ്ടു കൊടുക്കുക, നല്ല മധുരത്തിലുള്ള അപ്പങ്ങളൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഓർത്തു, ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ നല്ല മധുരം വേണം, നല്ല അപ്പം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമായിരുന്നു അതിന്. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ച് ഞാനത് കഴിഞ്ഞ വർഷത്തോടുകൂടി അദ്ദേഹം പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക് യാത്രയായി. ഒന്നുമില്ലായിരുന്നു കുഴപ്പം, നല്ല രീതിയിൽ ജോലിയൊക്കെ എടുത്ത് നടക്കായിരുന്നു ഇവിടെ മക്കളും ഇവരൊക്കെ ദർസിലൊക്കെ കൊണ്ടാക്കിയ. പക്ഷേ ഇവർ ഉപ്പ ഇവിടെ തന്നെ ആയിരുന്നു, ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഉപ്പാക്കൊരു എന്തോ ഒരു ബ്ലഡ് വരുന്ന പോലെ, വായിന്ന് ഇങ്ങനെ ബ്ലഡ് വരുന്ന പോലെ അങ്ങനെ തോന്നി. അങ്ങനെ ബ്ലഡ്, അപ്പോൾ പിന്നെ എന്തെങ്കിലും ക്ഷയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ TB അങ്ങനെയൊക്കെ നോക്കി ടെസ്റ്റ് ചെയ്താൽ ഒന്നും നോ പ്രോബ്ലം, ഒന്നും കുഴപ്പമില്ല കേട്ടോ. പിന്നീട് അങ്ങനെ എന്തായാലും ടെസ്റ്റൊക്കെ ചെയ്ത് അയച്ച് അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു ആഴ്ച കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടി. അതിനു മുമ്പ് തന്നെ എൻ്റെ ബ്രദർ ഫാർമസിസ്റ്റാണ്, എൻ്റെ എന്താ നാത്തു നഴ്സുമാണ്. അവർക്ക് പിന്നെ അറിയാലോ എന്ത് റിസൾട്ട്, നമ്മൾ സാധാരണക്കാരെക്കാളും പഠിച്ചവർക്ക് കുറച്ചും കൂടി അറിയാലോ. അവർ വന്നപ്പോൾ റിസൾട്ട്, അതിന് മുമ്പേ റിസൾട്ട് എൻ്റെ ഹസ്ബൻഡ് അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവരിങ്ങനെ പറഞ്ഞ് ചെറുതായിട്ടൊരു ക്യാൻസർ കോശങ്ങളുടെ ഒരു ഇതിങ്ങനെ തുടക്കം കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ തന്നെ പറയും വേണം, ഡോക്ടർ പറഞ്ഞിട്ട് അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ എന്തായാലും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ റിസൾട്ട് കിട്ടിയ സംഭവം അതുപോലെ തന്നെ കേട്ടോ, പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഇപ്പോൾ പഠിച്ചവർക്ക് അതിനെക്കുറിച്ച് അറിയാലോ. അപ്പോൾ എന്താ പറയുക, 1 മാസം കൊണ്ട് തന്നെ ഉപ്പ അതിങ്ങോട്ട് വയ്യാതായി. പെട്ടെന്ന് 1 മാസം കൊണ്ട് മരിച്ചുപോയി ഹസ്ബൻഡിൻ്റെ ഉപ്പ, പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ. അല്ലെങ്കിൽ ഭയങ്കര ഒരു എല്ലായിടത്തും ഇവിടെ നോക്കി നടന്നുകൊണ്ടും മക്കളെയും മരക്കളെയും അങ്ങനെ മൊത്തത്തിലൊരു ഇതിലങ്ങനെ പോവുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പയുടെ വിയോഗം പെട്ടെന്നായി. 1 മാസം കൊണ്ടെല്ലാം കഴിഞ്ഞു. ഇന്നാലില്ലായോ ഇന്നാലി റാജിഊൻ. അപ്പം ഞാൻ ഇന്നിങ്ങനെ 27-ാമിൻ്റെ സമയത്തേ അങ്ങനെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനതിങ്ങനെ ഓർത്തു. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ, അങ്ങനെ അതൊക്കെ കൊടുക്കണോ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഇങ്ങനത്തെ പലഹാരങ്ങളൊക്കെ
പൂതിയാകുമ്പോഴൊക്കെ ചിലപ്പോൾ എന്നോടൊക്കെ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ടായിരുന്നു. കലത്തപ്പം ചുട്ട് കൊണ്ടുവരാൻ പറയുന്നൊക്കെ പറഞ്ഞാൽ ഉമ്മ എന്നോടൊക്കെ ചിലപ്പം പറയും. അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹം ഇപ്പോൾ ഖബറിലാണല്ലോ എന്നുള്ളൊരു തോന്നൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുറച്ച് സങ്കടം തോന്നിട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മധുരമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ടവർക്കൊക്കെ ദുആ ചെയ്യുന്ന ഒരു ദിവസം കൂടിയാണല്ലോ പ്രത്യേകിച്ച്. അപ്പോൾ എന്തൊക്കെ തന്നെയാലും ആദ്യം തന്നെ നമുക്ക് ദുആ ചെയ്യാനുള്ള പഠിച്ച റബ്ബേ, നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കല്ല. എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങൾ ചെയ്തിട്ട് അവരെ ശിക്ഷ അനുഭവിക്കുന്നവരാണെങ്കിൽ അത് നീ ലഘൂകരിച്ച് കൊടുക്കല്ല. അതേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. കാരണം നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളല്ലോ, അതിന് നമുക്കൊന്നും കഴിയൂലല്ലോ. വല്ല വാക്കാലോ പ്രവൃത്തിയാലോ അങ്ങനെ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പം ഇവിടെ ഉപ്പ പള്ളിയുടെ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. മരിച്ച സമയത്ത് വെച്ച് ഒരുപാട് ആളുകളിരുന്ന് കാണാൻ വന്നിട്ട് മയ്യത്ത് നിസ്കരിക്കാനൊക്കെ പള്ളിയിൽ താഴെ മേലൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയായിരുന്നു. അത്രക്കൊരു എല്ലാവരോടും അങ്ങനത്തെ രീതിയിൽ പെരുമാറുന്നൊക്കെ ഒരാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിയോഗം പെട്ടെന്നായപ്പോൾ ഭയങ്കര ഒരു ഷോക്കായി, എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും മക്കൾക്കൊന്നും അങ്ങനെ നോക്കാനൊന്നും കഴിയൂല. 4 ആൺമക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഉപ്പേനെല്ലാം ഇവിടെ തോട്ടത്തിലും കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടെടുക്കലും കാട് വെട്ടിക്കലും ഇവിടെ റബ്ബറിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കല്. പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് ഉപ്പ പോയി 6 അടി മണ്ണിലേക്ക്. അപ്പോൾ ഒന്നിങ്ങനെ അത് ഓർമ്മ വന്നപ്പോഴേ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബത്തിൽ പെട്ട ആരെങ്കിലൊക്കെ നമ്മളിൽ നിന്ന് അകന്ന് മരിച്ചു പോയിട്ടുണ്ടാവും പടച്ച റബ്ബിൻ്റെ അടുക്കലേക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പടച്ച റബ്ബ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്, ആമീൻ. പിന്നെ നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കഥ ഇൻഷാ അല്ലാഹ് നാളെ വിടട്ടോ. ഇന്നിപ്പോൾ 27 കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടി റെക്കോർഡ് ചെയ്യാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. പിന്നെ മഞ്ചേരിയിലൊക്കെ ഒന്ന് പോയി, പല്ലുവേദന ഉണ്ടായിരുന്നു. പല്ലുവേദനൻ്റെ പല്ലൊക്കെ ഒന്ന് പൊത്തടിച്ച് വന്ന് അങ്ങനത്തെ ഇതൊക്കെ. ഇപ്പോൾ നേരം വൈകുന്നേരം ആയപ്പോൾ എല്ലാം കൂടിയും പണിയെല്ലാം കൂടിയും ഒരുമിച്ച് ആയപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ വന്നു. ഹസ്ബൻഡ് വന്നു നോമ്പ് തുറക്കാനായപ്പോൾ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ഒരു സങ്കടം തോന്നി. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കഥ കേൾക്കാട്ടോ. നമ്മുടെ ഷെഫി ഉസ്താദിന് സുഖമില്ലാത്തൊരവസ്ഥയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഗൾഫിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് അപ്പോൾ ഉമ്മ പറഞ്ഞത് ഇതാണ്, പൊന്നു മോനെ, ഉമ്മാൻ്റെ കുട്ടി അതിനെ നല്ല രീതിയിൽ പരിപാലിച്ചോ. പഠിച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് നിനക്ക് പ്രതിഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചെയ്തോ എൻ്റെ പൊന്നു മോനെ. അത് മാതാപിതാക്കളാണെങ്കിലും ഗുരുനാഥന്മാരായാലും. എൻ്റെ കുട്ടി ഇതുവരെ ആരും വെറുപ്പിച്ചിട്ടില്ലല്ലോ, അപ്പോൾ നല്ല രീതിയിൽ തന്നെ നിന്നോ. പക്ഷേ ഉസ്താദ് ഷെഫി ഉസ്താദിനെ കൈപിടിച്ച് പറയുന്നു, പൊന്നുമോനെ ഞാൻ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആരുമില്ലടാ. ശരിയാണ്, മൂത്ത മോള് ഫർസാന എന്ന ജസീന അവൾ പോയി. മൂത്ത കുട്ടികളുണ്ടെങ്കിലും കുറച്ച് ആശ്വാസമല്ല. പിന്നുള്ളത് പറക്കും മുറ്റത്ത് 2-3 ചെറിയ മക്കളാണ്. എന്തൊക്കെ തന്നെയാലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നെ പഠിച്ചവൻ്റെ അടുത്താണ്. എന്തൊക്കെ തന്നെയായാലും അല്ലേ സംഭവിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഒരു ടൈം വിധിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ സമയത്ത് ഞാൻ സംസാരിക്കണം, ഒരു പക്ഷേ നാളെ രാവിലെ ആകുമ്പോഴത്തേന് ഞാൻ ഉണ്ടാവില്ല. അങ്ങനെയാണല്ലോ, മരണം ചെരുപ്പിൻ്റെ വാറ് പോലെ എന്നല്ല. നമ്മളിപ്പോൾ ഈ സമയത്ത് നിങ്ങൾ സ്റ്റോറി കേൾക്കണേ, ദിക്ർ ചെല്ലണേ, സ്വലാത്തിലും ഒക്കെ ചെയ്യണേ. അതിൻ്റെ ഇടയിൽ കൂടെ പഠിച്ച റബ്ബ് വിളിച്ചാൽ നമുക്ക് പിന്നെ ഒന്നും ഇപ്പോഴല്ല, 2 ദിവസം കഴിയട്ടെ, 2 ദിവസം കൊണ്ട് കഴിയട്ടെ എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. ഇന്ന് വിളിച്ചെന്ന് പോകണം. എന്തൊക്കെ തന്നെയാലും പഠിച്ചവനെ നമ്മളെ മക്കളെയും മാതാപിതാക്കളെയും അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും പഠിച്ച റബ്ബ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ സ്വാലിഹായ മക്കളാക്കട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ രഹസ്യമായും പരസ്യമായും. അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാരെ കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ഈബത്തിന് മീമത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തൊക്കെ തന്നെയായാലും അതൊന്നും പഠിച്ചവന് ഇഷ്ടമില്ലല്ലോ, ഒരാളെ കുറിച്ച് പറയുന്ന ഇഷ്ടമേ ഇല്ല. നിങ്ങൾ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നല്ലേ. അപ്പോൾ ഒരാളെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അതിനുള്ള കുറ്റം കിട്ടും, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഒരാളെ കുറിച്ചും വെറുതെ നമ്മൾ പരസ്പരം പറയാതിരിക്കുക, ക്ഷമിക്കുക എല്ലാ കാര്യത്തിലും. പഠിച്ച നമ്മളെ ദുആക്ക് സ്വീകരിക്കട്ടെ കേട്ടോ. നമ്മളെ മക്കളൊക്കെ എക്സാമൊക്കെ എഴുതി നിൽക്കുകയാണ്, +2 SLC. അവർക്കൊക്കെ ഉന്നത വിജയം പഠിച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ.
അപ്പോൾ 27 രാവിലെ എല്ലാവരും പ്രാർത്ഥനയിൽ പരസ്പരം ഉൾപ്പെടുത്തുക. നിങ്ങളെ അവിടെ ആ ഭാഗത്തൊക്കെ മധുരം ഒക്കെ ഉണ്ടാക്കലൊക്കെ ഉണ്ടോ? ഞാനും ഉണ്ടാക്കിയിട്ടോ കലത്തപ്പം. ഞാനൊരു 2-3-4 കലത്തപ്പം ഉണ്ടാക്കിയിട്ട് ഞാനത് ഇവിടുത്തെ ജ്യേഷ്ഠന് അനിയനും ഉമ്മ അവരെ വീട്ടിലൊക്കെ ഓരോ 3-4 പീസ് അങ്ങനെ ആക്കിയിട്ട് 2-3 കലത്തപ്പം അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ കൊടുത്തയച്ചു. ഞങ്ങളും കഴിച്ചു. അതുപോലെ അവിടുന്ന് കുറച്ച് നെയ്യപ്പം കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഇളച്ചി കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ബിരിയാണി ഞാൻ കുറച്ച് 2 സ്പൂൺ തിന്ന് നോക്കി. ഞാൻ അത്താഴത്തിന് വേണ്ടി മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നെയ്യപ്പം കലത്തപ്പൊക്കെ തിന്ന ബാക്കിട്ടോ ഇവിടെ ഉണ്ട്. കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ കൊടുത്തും ചെയ്തു. പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, നാളെ നോമ്പൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെങ്കിലൊക്കെ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ പരിപാടി ഉണ്ടോ? ഇങ്ങനെ മധുരങ്ങളൊക്കെ ഉണ്ടാക്കണേ? എന്താണ് നിങ്ങൾ ഉണ്ടാക്കിയതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പടച്ച റബ്ബ് എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പഠിച്ച റബ്ബ് പൂർത്തീകരിച്ച് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മരണം ഹൈറാവുമ്പോൾ ഈമാനോട് കൂടി മരിക്കുന്ന ഉത്തമ മുത്തഖങ്ങളിൽ പഠിച്ച റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ. കാരണം അവിടെ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജയിച്ചു അല്ലേ. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് അതാണ് ഈമാന്, ആഖിബത്ത് നന്നാവണം. അങ്ങനെ രക്ഷപ്പെട്ടു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് വേണ്ടി ദുആ ചെയ്യട്ടോ. ഈ ഒരു പാവപ്പെട്ട വിനീതയെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.